വെൽക്കം ബാക്ക് ടു അജീസ് ക്രിയേഷൻ. ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് മെക്സിക്കൻ ഇന്ത്യൻ ഫ്യൂഷൻ റൈസ് ആൻഡ് ബീൻസ്. അതിനായി നമ്മളൊരു തവ എടുത്തു വെച്ചു. അതിലോട്ട് ഞാൻ അവക്കാഡോ ഓയില് ഒഴിച്ചു. 2 സബോളയും ഇതിനകത്ത് ചേർത്തിട്ടുണ്ട്. ഇനി ഞാൻ ഇടാൻ പോകുന്നത് ജീരകം. ജീരകം മുഴുവനായിട്ട് ഉപയോഗിക്കുന്നതിന് പകരം നിങ്ങൾക്ക് ജീരകപ്പൊടിയും ചേർക്കാം. കണ്ടല്ലോ ജീരകം. ഞാൻ ഈ ജീരകത്തിന് ഒരു 2 സ്പൂൺ ജീരകം ചേർക്കുന്നു. അത് ഇളക്കുന്നു. ഇനി അതൊരു ഹാഫ് വേ കുക്ക്ഡ് ആകുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഓക്കെ, നൗ we are going to add vegetables in it. This is a source of giving enough vegetables to family. Usually bell pepperum ഒണിയനും ഒക്കെ ഉപയോഗിക്കുള്ളൂ. ഞാൻ ഇവിടെ മഷ്റൂം, ബെൽ പെപ്പർ, ക്യാരറ്റ് എല്ലാം ചേർത്തിട്ടുണ്ട്. നല്ല കളർഫുള്ളായ വെജിറ്റബിൾ. ഇത് നമ്മളുടെ വഴറ്റിയ സബോളയിലോട്ട് ചേർത്തു. ഇനി ഇതൊരു ഹാഫ് വേ കുക്കാകാൻ വേണ്ടി നമ്മൾ ഇടുക. ഇനി ഇതിലോട്ട് നമ്മൾ ചേർക്കാൻ പോകുന്നത് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്. ഒരു വലിയ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, മുളക് പൊടി, പപ്പരിക്ക, black pepper, tiny bit. അവസാനമായി ഗരം മസാല. ഇത്രയും ചേർത്ത് ഇളക്കി ഇതൊരു ഹാഫ് വേ കുക്കാകുന്നതുവരെ നമ്മൾ സ്റ്റവിൽ ലോ തീയിൽ വെച്ച് വേവിക്കുക. ഇനി നമ്മൾ ബാക്കി കുക്കിങ്ങിലോട്ട് കിടക്കുകയാണ്. ഇത് കണ്ടോ, നമ്മുടെ വെജിറ്റബിൾ ഒക്കെ നന്നായി കുക്കായി. ഇതിനു മുമ്പ് നമ്മൾ ഉപ്പ് ചേർത്തില്ല. സോ നമ്മൾ ഈ പച്ചക്കറിക്ക് മാത്രമുള്ള ഉപ്പ് ആഡ് ചെയ്യുന്നു. ഇനി ഞാൻ പറഞ്ഞല്ലോ ഇതൊരു ഫ്യൂഷൻ ആണെന്ന്. അതുകൊണ്ട് സാധാരണ റൈസ് ആൻഡ് ബീൻസിന് ഈ ബീൻസ് അല്ലെങ്കിൽ ബ്ലാക്ക് ബീൻസ് ആണ് ഉപയോഗിക്കുന്നത്. ഇവിടെ ഞാൻ ഈ ബീൻസും അതിൻ്റെ കൂടെ നമ്മുടെ ചുവന്ന പയർ കൂടെ ആഡ് ചെയ്യാൻ പോവുകയാണ്. ബീൻസ് ഈസ് ആഡഡ്. ഇത് കുക്ക്ഡ് ആട്ടോ. ഇത് നമ്മുടെ നാടൻ പയർ. അത് ഉപ്പും വെള്ളം ഒഴിച്ച് വേവിച്ചെടുത്തത്. ഇതും കൂടെ ചേർത്ത് നല്ല പോലെ ഒന്ന് ഇളക്കുക. ഇനി ചേർക്കാൻ പോകുന്നത് വേവിച്ച ബാസ്മതി റൈസ്. ഇതിന്റെ പേര് റൈസ് ആൻഡ് ബീൻസ് എന്നാണല്ലോ. സോ കണ്ടല്ലോ, ബാസ്മതി റൈസ് ഞാൻ വേവിച്ച് എടുത്തതാണ്. അത് ഇതിനോട്ട് ചേർക്കുന്നു.
ഇനി ഇത് അടച്ചു വെച്ച് ഒരു 2 മിനിറ്റ് നമുക്ക് അതൊന്ന് ഫ്ലേവറൊക്കെ ഇറങ്ങാനായിട്ട് വെക്കാം. അതിനുശേഷം ബാക്കി കാണിക്കാം. Yeah, it's all cooked. Looks so good. Now the last part. Lemon, freshly squeeze ചെയ്തെടുത്ത ലെമൺ ജ്യൂസ് ഇതിൻ്റെ മേളിലോട്ട് ഒഴിക്കുന്നു. കൊറിയാണ്ടർ ലീഫും നമ്മുടെ റെഡ് സ്പിനാച്ച്, ചീരയൊന്നും സാധാരണ ചേർക്കുന്നതല്ല കേട്ടോ. ഇത് ഞാൻ പറഞ്ഞല്ലോ, ഇത് ഫ്യൂഷനായിട്ടാണ് ഉണ്ടാക്കുന്നതെന്ന്. അപ്പോൾ അവസാനം സ്പ്രിംഗ് ഒണിയനും ഇതിൻ്റെ 3ഉമാണ് ചേർത്തിരിക്കുന്നത്. ഇനി റിയലി ലാസ്റ്റ് പാർട്ട്, ഒലിവ് ഓയിൽ ഒരു 2-3 സ്പൂൺ ഒഴിച്ച് ഫ്ലേവറൊക്കെ സെറ്റാകാനായി ക്ലോസ് ചെയ്ത് വെക്കുക. Delicious rice and beans is ready now. When are we going to show this? ഇവിടെ നമ്മുടെ റൈസ് ആൻഡ് ബീൻസ് റെഡിയാണ്. കണ്ടല്ലോ, നിങ്ങൾ ഇതിനകത്ത് ബീൻസും പച്ചക്കറിയും റൈസും എല്ലാം കാണുന്നുണ്ടല്ലോ. ഇതൊരു ഫുൾ മീലാണ്, ബാലൻസ്ഡ് മീലാണ്. നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യണം. ട്രൈ ചെയ്തിട്ട് എന്നോട് അഭിപ്രായം പറയണം. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.